ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾ തമിഴിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിതേ ഇപ്പോൾ നെസ്റ്റോയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ എന്താണെന്ന് ഞാൻ പറയാം. പുതിയത് നെസ്റ്റോയിൽ പുതിയ നെസ്റ്റോല്ലത് ഉള്ള നെസ്റ്റോന് ഞങ്ങളിങ്ങനെ മെല്ലെ മെല്ലെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ഒരു കാറ് കണ്ടത് കേട്ടോ. ഞങ്ങളാണെങ്കിൽ കാറ് ഫസ്റ്റിൽ മേടിക്കുന്ന ടൈം തൊട്ടിട്ട് നമ്മളിങ്ങനെ കാറുകൾ കാണുമ്പോൾ ഭയങ്കര ഒരു ക്രേസാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു രസമായിട്ട് തോന്നി. നല്ല രസമായിട്ട് കാറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാരണം നല്ല ഇഷ്ടമായി. അപ്പോൾ അത് നോക്കി നിന്ന് കുറച്ച് നേരം. പിന്നെ അത് ഞങ്ങൾ ഉണ്ണിക്കുള്ള സാധനങ്ങൾ മേടിക്കുക, അതായത് ചേച്ചിയുടെ ചേട്ടൻ്റെ ഉണ്ണി നമ്മൾ വരാറായി. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ബെഡും സംഭവങ്ങളൊക്കെ ചേച്ചി മേടിക്കുന്ന പറഞ്ഞത് കാരണം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ ഉണ്ണിക്കുള്ള കുറച്ച് ഡ്രസ്സുകൾ ഞങ്ങൾ മേടിക്കാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ വിജയ് ഉണ്ണിക്കാരി ഞങ്ങൾ നെസ്റ്റോ തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആര് വലിച്ചിടല്ലേ നോക്കട പിന്നെ കുഞ്ഞി ഇത് ടർക്കികള് ന്യൂ ബോണിൻ്റെ നല്ല ഭംഗിയുള്ള നോക്കിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ എന്താ പറയുക ഷോപ്പിൽ നിന്ന് നോക്കാമല്ലോ എന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് ആ ടൈമിൽ എന്താ അത്യാവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കാമല്ലോ. പിന്നെ ചേച്ചിക്കും എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ പോകുമ്പോൾ എന്തായാലും കണക്ക് തരും ഇല്ലല്ലേട്ടാ. പിണക്കം ഇങ്ങോട്ട് നോക്കിയേ നോക്കിയേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ ശോഭയിലേക്കാനായിട്ട് പോയത്. അപ്പോൾ അൻവിക്ക് ഇതുവരെ ശോഭ സിറ്റിയിൽ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ആ ലേക്കിൻ്റെ അവിടേക്ക് ഒന്ന് പോയിട്ട് കുറച്ച് നേരം ഇരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ആ ദിവസം കഴിഞ്ഞത് പിറ്റേ ദിവസം ഞങ്ങൾ ഒരു ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്താ പറയുക സ്റ്റുഡിയോയിലേക്ക് കുട്ടുവിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക്ക് ഭയങ്കര ഓവറായി, അത് കാരണം അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ. അങ്ങനെ ഇതേ ഫോട്ടോ ഒക്കെ എടുത്തു ഗൈസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ബാങ്കിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് പുതിയൊരു അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്. എൻ്റെ ഓൾറെഡി ഉള്ള അക്കൗണ്ടിൽ പണം കുമിഞ്ഞു കൂടിയതുകൊണ്ട് വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കി അതിലേക്ക് ഇടാൻ പോകും. ഇത് കണ്ടിട്ടാണ് വിളിച്ചിട്ടില്ലേ അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ വൈഫ് എന്ന് വെച്ചാൽ ചേച്ചി പ്രഗ്നൻ്റ് ആയിരിക്കാണല്ലോ. ചേച്ചിക്ക് ഒരു ആഗ്രഹം ചക്ക തിന്നാൻ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ചക്കയുടെ സീസൺ അല്ല, ചക്കയുടെ സീസണാണ്. പക്ഷെ ഉണ്ട് എന്നാൽ ചക്ക പഴുത്തുണ്ടോ ഇല്ല വരണുള്ളൂ. ചക്ക വന്നു തുടങ്ങി, എന്നാൽ വലുതായി തുടങ്ങി, പക്ഷെ പഴുത്ത് തുടങ്ങിയിട്ടില്ല. എന്നാൽ നമ്മുടെ തൃശ്ശൂർ എപ്പോൾ പോയാലും പഴുത്ത ചക്ക കിട്ടുന്ന ഒരു സ്ഥലമാണ് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നു. വേഗം പൊക്കോ അല്ലെങ്കിൽ അവിടെ അടയ്ക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകണത്. നമ്മൾ പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്ത് ആയൂർ ജാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ചക്കത്തോട്ടം, എത്ര ഏക്കർ കണക്കിന് ചക്ക, ചക്ക, പച്ചച്ചക്ക, മഞ്ഞച്ചക്ക, ആപ്പിളി ചക്ക, അങ്ങനെ കുറേ ചക്കകളൊക്കെ അവിടെ നിന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അപ്പോൾ വിളിച്ചു നോക്കിയപ്പോൾ 1 കിലോ ചക്കയ്ക്ക് 50 രൂപ എന്നാണ് പറഞ്ഞത്. ഇനി അവിടെ പോയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് മേടിക്കാം. ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തന്നെ പോട്ടെ. ചക്കത്തോട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആയൂർ ജാക്ക് ഇഷ്ടം പോലെ ചക്കകളുണ്ട് നമ്മുടെ അവിടെ ഗൈസ്. പിന്നെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത കുറേ പുലാസൻ, റൂബിക്ക, പേര പിങ്ക്, ലളിത് പേര, ബൈങ്ങാലാപ്പിള്ളി, സിന്ദൂരം, റുമാനിയം, പ്രിയൂര്. ഇത് ഇവിടെ പ്രിയൂര് മാങ്ങ കേട്ടോ. മൂവാണ്ടനുണ്ട്, കോളാമ്പുണ്ട്, കോശാരി, ഓൾ സീസൺ മാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൊല്ലം ഉണ്ടാവണ മാവാന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. കാട്ടിമൂണുണ്ട്, കാലാപ്പാടി, മല്ലിക, മൂവാണ്ടം, വീണ്ടും നാം ഡോക്ക് മായി, വായിലുള്ള പേരൊക്കെ ഉണ്ട്, കോട്ടൂർ കോണം, നൈസ്, സപ്പോട്ട, ചന്ദ്രകാരൻ, മൽഗോവ, അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഗൈസ്. എനിക്കുള്ള ചക്ക എടുക്കാൻ അവർ പോയിട്ടുണ്ട്. 5 കിലോൻ്റെ ചക്കയൊക്കെ ഉണ്ടെന്ന് പറയണേ. ഞാനൊരു ചെറിയ ചക്ക മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്കിത് അവിടെ പ്രത്യേകത കണ്ടോ ഗൈസ്, നമ്മുടെ 2 കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തടി അതുകൊണ്ടുണ്ടായിരിക്കണ ചക്കകൾ നോക്കി നിങ്ങൾ, ചെറിയൊരു മരാട്ടാ. പിന്നെ ഇത് കണ്ട കുഞ്ഞ ചെടി കണ്ട, കുഞ്ഞ ചെടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിയുടെ വലിപ്പം കണ്ടില്ലേ, എല്ലാത്തിനും ചക്കയുണ്ട് കണ്ടോ. അതാണ് ഇവിടുത്തെ പ്രത്യേകത ചക്കകളുടെ, അല്ല പ്ലാവുകളുടെ.
അങ്ങനെ കുട്ടുവിന് കഴിക്കാനായിട്ട് ഈ 2 കളറിലുള്ള ചക്കയുടെ ചുള കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനത് കഴിച്ചു. അവന് മഞ്ഞയാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അവൻ പോയി വന്നതിന് ശേഷം അപ്പോഴേക്കും ഞാനവിടെ ഷിവുവിനെ വണ്ടി കാത്ത് നിൽക്കായിരുന്നു കേട്ടോ. ഷിവു വരാറായിട്ടുണ്ട്. നമുക്കൊരു പ്രൊഡക്റ്റ് ഡെലിവറി ഉണ്ട് കേട്ടോ ഗൈസ്. കുറെ കൊല്ലങ്ങൾക്ക് ശേഷം മുമ്പ് ഞങ്ങൾക്ക് ഡെലിവറി ചെയ്താ. ഇപ്പൊ ഒരു വണ്ടിയിൽ വന്ന് ഡെലിവറി സ്കൂൾ വണ്ടിയിൽ. ഗൈസ് നമ്മളിപ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയോ? നമ്മളെങ്ങനെ പോകണില്ല, നമ്മൾ വീട്ടിൽ പോയിരിക്കും. ഇല്ലേട്ടാ ചേച്ചിയുടെ അടുത്തേക്ക് പോകണ്ട ഞങ്ങൾ. അയ്യോ ആ ചക്ക കിട്ടി. ചക്ക കിട്ടിയിടവനാ കുഞ്ഞ ചക്കയാണ് ചുവ, പക്ഷെ പഴുക്കും. അത് 2 ദിവസം കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ പഴുക്കും. അപ്പോൾ ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ചേച്ചി കൊണ്ട് കൊടുക്കാം. ശിവനുള്ള സന്തോഷം കണ്ട. പഴുത്തിട്ടില്ലേ, മൂത്തിട്ടുള്ളോ? ശിവ കുളിച്ചിട്ട് നമുക്ക് വേഗം റെഡി ആവാം. അമ്മ റെഡി ആയിട്ട് നിൽക്കണേ. ഇത് പഴുത്തിട്ടുണ്ടല്ലോ. 2 ദിവസം കഴിഞ്ഞാൽ പടപ്പനായിട്ട് മൂക്കെന്ന് പറഞ്ഞു. ചോളത്തി സ്മെല്ല് നല്ല ടേസ്റ്റുള്ള കടയ്ക്ക് തിന്നാൻ തന്നു അവിടെ. ആ വീഡിയോന്റെ ക്ലിപ്പ് ഇതിൽ ഞാൻ ആഡ് ചെയ്യാടാ. ഇത് ഷിവുവിന് ഒരെണ്ണം വെല്ലുമിക്ക്. കാണുമ്പോ ചെറുതാൻ നോക്കണ്ട ഗൈസ്. നല്ല ടേസ്റ്റുള്ള ചക്കയാണ്. ഇത് മണം വന്നിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അത് പഴുത്തണെന്ന് തോന്നുന്നു. അത് കൊണ്ടുപോലെ നോക്കട്ടെ. എവിടെ കാണാനില്ലടാ. ക്യാമറയിൽ കാണില്ല. പോയാ യൂണിക്കോണിന്റെ മറ്റേ ബലൂണില്ലേ, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് മുകളിലേക്ക് പറന്നു പോയി. ശിവ് പറത്തി വിട്ടു കേട്ടോ. ആവശ്യമില്ല, അറിയാണ്ട് പോയതല്ലേ. ഇങ്ങോട്ട് പോരേ നീ. അങ്ങനെ റെഡി ആയിട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളത് കിഡ്സ് ലാൻഡിലേക്കാണ് കേട്ടോ. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ന്യൂ ബോൺ ബേബീസിൻ്റെ കുറച്ചും കൂടി കെട്ടുടുപ്പുകൾ മേടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നെക്സ്റ്റ് ഒന്ന് മേടിച്ചിട്ടുണ്ട്. എന്നാലും ഇവിടെ നിന്ന് മേടിക്കണം. പിന്നെ അതുപോലെ വൈപ്സ്, പിന്നെ ഉണ്ണിക്കൊരു ടർക്കി, കുറച്ച് കട്ടിയുള്ള ടർക്കി നോക്കി മേടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളവിടെ നല്ല കെട്ടുടുപ്പുകളൊക്കെ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. തൃശ്ശൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള പുള്ളാണ് ഗൈസ് ഇത്. നമ്മളിപ്പോ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു 100 വട്ടം കൊടുത്തിട്ടുണ്ടാവില്ലേ? അത്രക്കില്ലേ? 100 വട്ടല്ലേ? അതൊന്നും അറിയില്ല. ഹോസ്പിറ്റലിൽ പോയിട്ട് രാത്രി ഞങ്ങൾ ഈ വഴി വരുമ്പോണ്ടല്ലോ ഇവിടെ വെള്ളം അങ്ങനെ നിറഞ്ഞു എടുക്കാൻ ഡോറിന്റെ സൈഡ് വരെ വെള്ളം അല്ലേ. എങ്ങനെ എത്ര വേണം? ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കൈയിട്ട് കഴിഞ്ഞാൽ അപ്പൊ എന്റെ കൈ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കോരി വയ്ക്കുക. അങ്ങനെ ആയിരുന്നു. വണ്ടി ഓഫ് ആവുന്നുള്ള നിലയിലെത്തി. ലാസ്റ്റ് 2 കൽപ്പിച്ച് അല്ലേ മെല്ലെ മെല്ലെ അങ്ങോട്ട് എടുത്ത് പോയി. അതെ, ഒരു ബോട്ട് പോണ പോലെ സപ്പോർട്ട് ചെയ്യാൻ ശിവ ഉണ്ടല്ലോ. കുറെ കടകളൊക്കെ ഉണ്ട് കേട്ടോ, ഫുഡൊക്കെ കിട്ടുന്നത്. ഈ കൊള്ളി ബോട്ടി, കൊള്ളി ബീഫ്, കൊള്ളി ലിവർ, കൊള്ളി പോർക്ക്, കക്കയും ഇറച്ചിയും, താറാവിറച്ചി, ഇറച്ചി, ഒന്നും പിന്നാടരുത്. രാത്രി വരുന്ന സമയത്ത് ഞങ്ങള് ചായയൊക്കെ കുടിക്കുന്ന ഒരു കടയാണ് ഇത്. പിന്നെ ഐസ്ക്രീം അങ്ങനെ വേണമെങ്കിൽ ഇത്. ഇവിടെ കുറെ ഫാമിലീസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്താ ചോക്കണേ ഇവിടെ കുറെ ഫാമിലീസ് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ സൺഡേ ഒക്കെ കഴിഞ്ഞവര് പറയണ്ട നല്ല തിരക്കുണ്ടാവും. അതെ, ഇവിടെ നിന്ന് ഞങ്ങൾ കരിമ്പിൻ ജ്യൂസ് കുടിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ സ്വന്തം ബായാണ്. നോ ഷുഗർ കെയിൻ. അതുകൊണ്ടാണ് ഷുഗർ ഉണ്ടാക്കണേ, പഞ്ചസാര. അപ്പൊ നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ ഇവിടെ നിന്നൊരു കൂടിപ്പോ ഒരു 10 കിലോമീറ്ററിന് താഴെയുള്ളോട്ടോ. പിന്നെ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാൻ. നമ്മൾ ഉണ്ണിക്ക് വേണ്ടി കുറച്ച് സാധനം മേടിച്ച കാര്യം നമ്മള് ചേച്ചിയോട് പറഞ്ഞിട്ടില്ല. പിന്നെ ചേച്ചി കൊറേ ദിവസമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ചക്ക മണം ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക. പിന്നെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ നിന്നെ പിന്നെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ചേച്ചി കുറെ നാളായി പറഞ്ഞു ചക്ക കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. പണ്ട് തൊട്ടേ ചക്ക കണ്ട ചക്കപ്രാന്തിയാ. ചക്ക കിട്ടി കഴിഞ്ഞാൽ വിടില്ല. അപ്പൊ ചക്ക കിട്ടിയ വിടേയില്ല. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ചക്ക തിന്നുന്നുണ്ട്. എന്താ വെച്ചാൽ ആള് നന്നാക്കാൻ വരാൻ റെഡിയാണ് കഴിക്കാൻ. ടേസ്റ്റ് കൂടി ചക്കയാട്ടാ. കാരണം ഇതിനൊരു പ്രത്യേകത ഉണ്ട് എന്ന് വെച്ചാൽ ഇത്രയാകുമ്പോഴേക്കും ഉണ്ടാവണം പ്ലാവുന്നൊക്കെ ഉണ്ടായ ഒരു ചക്കയാണ്. എനിക്ക് അവിടെ വെച്ചിട്ട് അവര് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. സൂപ്പർ ചക്ക, എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ പിന്നെ ഇങ്ങനെ വാരി എടുക്കാന്ന് വിചാരിച്ചപ്പോഴേക്കും ആള് പ്ലേറ്റ് കൊണ്ടേ പിന്നെ തള്ളി മറിക്കുന്നു. കുറച്ചേരം പ്ലേറ്റ് പിടിച്ചു തന്നു. 2 കഷ്ണം എടുത്ത് കൈ പിടിക്കുന്നില്ലേ. നമ്മള് 2 ചക്ക മേടിച്ചിട്ടുണ്ട്. ഒരു ചക്ക വീട്ടിൽ വെച്ചിട്ടുണ്ട്. അത് പഴുത്തിട്ടില്ല. ഇത് നല്ല സ്മെല്ല് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പഴുത്തു എന്നാണ്. അതെ, അവിടെ പോയപ്പോ വെട്ടെന്ന് വിചാരിച്ചിരിക്കണത്. ചിലപ്പോ പുള്ളി നേരെ ഇങ്ങനെ വരുമ്പോ ഇവിടെ ഒരു പുള്ള്
പാടം റെസ്റ്റോറന്റ് കേട്ടോ. അവിടെ അടിപൊളി ഫുഡ് കിട്ടും ഗൈസ്. നല്ല പൊറോട്ടയും ബീഫും കിട്ടും. ഇത് നമ്മുടെ സ്വന്തം പുള്ള് ഷാപ്പ്. കുറെ ഷാപ്പുകളുടെ 5 കളിയാണ് പുള്ളെന്ന് വെച്ചാൽ. ഞാനും ചേച്ചിയും ചേട്ടനും കുട്ടിയൊക്കെ കൂടിയിട്ട് ഞങ്ങള് ഷാപ്പിലൊക്കെ വന്നിട്ട് കരിമീൻ പൊടിച്ചത്, പൊറോട്ട, കള്ള് ഒക്കെ കുടിക്കാറുണ്ട്. കള്ള് ശിവല്ല ഞങ്ങളാണ് കുടിച്ചത്. പൊറോട്ട കഴിച്ചു. ശിവന് ഫുഡ് കൊടുത്തു. താമരപ്പാടം അവിടെ ഒരു ഹോട്ടലുണ്ട്, നല്ല അടിപൊളിയാ. അത് വരണല്ലോ കഴിഞ്ഞ വരണല്ലോ. പിന്നെ ഇപ്പൊ ഞങ്ങൾ അടുത്തും പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നൈസ് ഫുഡാണ്. കുറച്ച് സ്പൈസിയാണ്, കാരണം ഷാപ്പിലെ കറികളാണല്ലോ, കുറച്ച് എരിവൊക്കെ ഉണ്ടാവും. നമ്മള് നിക്കണ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു വാര്യരുടെ വീടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസിലൊക്കെ. എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട്. അതായത് ഈ എല്ലാ വീഡിയോ ഞങ്ങൾ ഈ വഴിക്ക് വരുന്ന വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട്. ഇതാണ് മഞ്ജു വാര്യരുടെ വീട്. ആ ചേട്ടൻ നിൽക്കുന്നത് ഒരു അമ്പലമൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയും ചേട്ടനും ഇവിടെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയതാണ്. അത് വീഴൂട്ടാ ഇന്നലത്തെ പോലെ. എന്തോട്ട് ശിവ വേണ്ടേ? എന്താ നടത്തം? ചേച്ചി നടക്കിറങ്ങിയതാട്ടാ. ഞങ്ങൾ വരേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചേച്ചി ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ നടക്കാൻ ഇറങ്ങിയിട്ട് നേരെ വണ്ടി അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പം ഞങ്ങളിതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ വീടിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നടന്ന ഇങ്ങനെ ഒരു പാടാണ് കേട്ടോ. ഞങ്ങളിത് ഇവിടെ ചേച്ചിൻ്റെ ചേട്ടനെ തപ്പി ഇറങ്ങിയത്. അപ്പണ്ട അറ്റത്ത് നിൽക്കണു 2 എവിടെ കാണാനില്ലോ. എവിടെ? അതേ നിൽക്കണു. അതാണ് നമ്മുടെ ചേച്ചിയും ചേട്ടനും. അവര് 1 കിലോമീറ്റർ അപ്പുറത്താണ് നിൽക്കണത്. നമുക്ക് അങ്ങോട്ട് പോകണം. മുണ്ടകപ്പാടം. അയ്യോ, മുണ്ടകപ്പാടത്തെ മുക്കുമ്പോഴും കൊയ്യാനെത്തിയ പ്രാവാണ്. ഇങ്ങനെയുണ്ട് ഗൈസ് ഇവിടുത്തെ സ്ഥലം. നല്ല വെയിലാണ്. പ്രകൃതി രമണീയമായ സ്ഥലത്ത് കൂടെ ചേച്ചി നടക്കാൻ ഇറങ്ങിയ സമയത്ത് ഞങ്ങളും കൂടെ വിന്ദു തോളത്ത് കൈയിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഗൈസ്. ഇവിടുത്തെ ഒരു പ്രകൃതി നിങ്ങൾ കാണും. ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മദാമ്മമാരും സായിപ്പുമാരും പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. എനിക്കറിയുന്ന പോലെ ഞാൻ ഇംഗ്ലീഷൊക്കെ പറഞ്ഞു. അവർക്ക് മനസ്സിലായിട്ടുണ്ട് സംഭവം. അപ്പം അങ്ങനെ നല്ല വൈബാട്ടോ. അത് രക്ഷയില്ല. കിടിലം പ്ലേസ്. വാവ്, ബ്യൂട്ടിഫുൾ. ഇതന്നെ കഷ്ടപ്പെട്ട് പൊട്ടിച്ച ഷൂ ചാടിയിട്ട് പൊട്ടിച്ചാണ്. ജസ്റ്റ് ഡ്രൈവിംഗ് സീറ്റിന്റെ അവിടെ ഉള്ളിലേക്ക് തലയിട്ടൊന്ന് സ്മെല് ചെയ്ത് നോക്ക്. ഡ്രൈവിംഗ് സീറ്റ് തുറന്നിട്ട് ഒന്ന് സ്മെല്. ഡ്രൈവിംഗ് സീറ്റ് ഇവിടെ ചേച്ചിക്ക് ഇതിനുള്ളതാ. ഒരു സ്മോൾ സൈസ് ആണ് ഇത്. ഞാൻ മറ്റേ ആയുർ ജാക്കിൽ ഫാമിലി വീട് മേടിച്ചത്. നാളത്തേക്ക് വിളിച്ചാൽ പറഞ്ഞു. സൂപ്പർ ചേച്ചിയാണ് കഴിച്ചത്. അതെടുക്ക്, ആ കവറും കൂടെ എടുക്ക്. ചേച്ചിയുടെ അമ്മയും ചേട്ടനും കൂടിയിട്ട് മറ്റേ മുളക് ബജ്ജിയും മുട്ട ബജ്ജിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങി ഗായ്സ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്ക്. ശിവന് ഹോംവർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. എനിക്കൊന്ന് കിടക്കാനുണ്ട്. എനിക്ക്
കാരണം ഇന്നത്തെ ദിവസം കുറച്ച് ഓട്ടം ഉണ്ടായിരുന്നു, ബാങ്കിലേക്ക് പോകാനുണ്ടായിരുന്നു. പിന്നെ എവിടേക്ക് കിട്ടും? ബാങ്കിലേക്ക് പോയിട്ട് തന്നെ 2-3 മണി. എനിക്ക് വേറെ അക്കൗണ്ട് എടുക്കണമായിരുന്നു. ഓൾറെഡി 2-3 അക്കൗണ്ട് 4 അക്കൗണ്ടാ അവിടെ ഉണ്ട്. ഒരു അക്കൗണ്ടും കൂടി എടുക്കണമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു ബാങ്ക് തപ്പിപ്പോയതാ. അങ്ങനെ അതായത് കാനറ ബാങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ. അപ്പോൾ കാനറയിൽ ഞങ്ങൾക്ക് അക്കൗണ്ട് ഇല്ല. അപ്പോൾ അതിലൊരു അക്കൗണ്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയപ്പോൾ ആ ബാങ്ക് തുറന്നിട്ടില്ല അല്ലേ, ഓപ്പണല്ല. അങ്ങനെ നമ്മളപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ കുറേ പോയി, കുറേ ഓടി. ശിവു ഇട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ശിവുന് പഠിക്കാനൊക്കെ ഉണ്ട്, വീട്ടിൽ പോയിട്ട് വേണം പഠിക്കാൻ. ശിവനൊരാഗ്രഹം പൈനാപ്പിൾ ഇങ്ങനെ മറ്റേ ഉപ്പൊക്കെ ഇട്ട് കഴിക്കണമെന്ന്. അങ്ങനെയൊക്കെ ഞങ്ങൾ ഈ ഉമ്മറത്തിരുന്ന് കഴിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.